ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ മാഗി പാസ്തയും അപ്പോൾ രണ്ടും കൂടി ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാഗിയുടെ പൊടിയും പാസ്തയും ഇതുകൂടി ഇപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് പച്ചമുളക്, തക്കാളി, പിന്നെ സവാള, അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി വെച്ച് നമുക്ക് പച്ചമുളക് ഇടാം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഒരുവിധം വാടി കഴിഞ്ഞ് ഒരുവിധം കഴിഞ്ഞ് നമുക്ക് അതിലോട്ട് തക്കാളിക്കൂട്ടന് ഇട്ട് കൊടുക്കാം. തക്കാളിക്കൂട്ടന് ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലോട്ട്. അധികം ഉപ്പ് വേണ്ട, മാഗിനൊക്കെ ഉപ്പുണ്ട്. നേരെ ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ തക്കാളിക്കൊക്കെ ഒന്ന് ചെറുത് ഉപ്പ് കൊടുക്കട്ടെ. നല്ലോണം ഇത് വഴണ്ട് വരട്ടെ. നമുക്ക് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അധികം വേണ്ട, കുറച്ച് മതി. പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിലോട്ട് ഇതിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. പാസ്തയുടെ പൊടിയാണ്. പടത്തിക്കൊണ്ട് മിക്സ് ആക്കാം. നല്ലോണം മിക്സായി വരുമ്പോൾ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കണം. അപ്പോൾ മാഗിയും പാസ്തയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചായിട്ട് നമുക്ക് ഇതങ്ങോട്ട് കൂട്ടി യോജിക്കുക. അത് നമുക്ക് ഇത്തിരി സോയാ സോസ് ഒഴിച്ച് കൊടുക്കല്. അധികം വേണ്ട. പിന്നെ ഇത്തിരി ടൊമാറ്റോ സോസ്. ഇനി ഇത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാതെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.